ഇന്നൊരു പ്രോൺസ് ബിരിയാണി അഥവാ കൊഞ്ച് ബിരിയാണി കണ്ടാലോ? വായോ. അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മസാല പിടിക്കുന്നവരെ മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുക. ഇനി ഒരു തവ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. സവോള ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതാ ഫ്രൈ ആയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു ബിരിയാണി പോട്ട് എടുക്കുക, അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത ആ സവോളയുടെ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, തക്കോലം, ഏലക്ക, ഒരു ബേ ലീഫും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത ശേഷം പിന്നെ തിളച്ച വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത്. ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത കുറച്ച് സവോളയുടെ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർക്കുക, ഉപ്പിടുക, ആവശ്യത്തിന് ഉപ്പിടുക, അടച്ച് ഒരു ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കഴിക്കുക. എന്നിട്ട് അടുത്തൊരു പാൻ വയ്ക്കുക, അതിലേക്ക് നെയ്യ് ഒഴിക്കുക, പെരുംജീരകവും സാദാ ജീരകവും ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് നന്നായി വഴറ്റുക. പച്ചമണം മാറുമ്പോഴേക്കും ഒരു 1.5 മുതൽ 2 സവാള ആവശ്യത്തിന് സവാള എടുക്കുക, ഉപ്പിടുക, നന്നായിട്ട് വഴറ്റുക. വഴണ്ട് വരുമ്പോഴേക്കും ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും ചോറ് റെഡിയായി കഴിഞ്ഞു കേട്ടോ. അത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി. ഇനി വഴണ്ട് വന്ന സവാള തക്കാളിയിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും അതിൻ്റെ ഒരു വെള്ളം ഇറങ്ങുമല്ലോ, അത് ഇറങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇറങ്ങിയ ശേഷമാണ് നമ്മുടെ പുളിവെള്ളം, സാധാ പുളിയില്ലേ, പുളിയുടെ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ, നമ്മുടെ കൊഞ്ച് വേവാനുള്ള 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കൊഞ്ച് ഈ ഒരു പരുവാവും. അപ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദമ്മിങ് ചെയ്യുകയാണേ. അപ്പോൾ അതിനായിട്ട് ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കുക. ലെയറിങ് ആണ്. അതിൻ്റെ അടുത്ത് ചോറിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് പുതിനയിലയും മല്ലിയിലയും പിന്നെ കുറച്ച് ആദ്യത്തെ ലെയറിലാണ് കേട്ടോ കുറച്ച് നാരങ്ങനീര് ചേർത്തത് ഞാൻ. അതിനുശേഷം പിന്നെ വീണ്ടും ദമ്മിങ് ചെയ്ത് ലാസ്റ്റ് ലെയറിൽ പുതിനയിലയും മല്ലിയിലയും പിന്നെ ഫ്രൈ ചെയ്ത സവോളയും കൂടെ ചേർത്ത് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴേക്കും പ്രോൺസ് ബിരിയാണി അഥവാ കൊഞ്ച് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അടിപൊളി ടേസ്റ്റാണ്.